ഗുരുഭ്യോ നമഃ. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തിൽ രത്നങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 9 ഭാഗമായിട്ട് പറയാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അത് 4ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇന്ന് മരതകത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് പ്രപഞ്ചത്തിലെ പ്രകാശ ഊർജത്തിന്റെ വർണ്ണരശ്മികൾ രത്നത്തിൽ ശേഖരിച്ച് അവ ധരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നു. ഋഗ്വേദത്തിൽ ഇതേക്കുറിച്ച് പരാമർശിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷ ആചാര്യനായ വരാഹ മിഹിര ആചാര്യൻ അദ്ദേഹവും ജ്യോതിഷത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രത്നങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവ ആധുനിക ഭാരതീയ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. അതായത് അത് മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം, ഇങ്ങനെയാണ് നവരത്നങ്ങൾ. ഇത് യഥാക്രമം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഇങ്ങനെ ഈ 9 ഗ്രഹങ്ങളെ ക്രമത്തിൽ പ്രതിദാനം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന മരതക രത്നത്തെ കുറിച്ചാണ്. ഇത് ബുധൻ എന്ന ഗ്രഹത്തിന്റെ രത്നമാണ്. മരതകത്തിന് ഇംഗ്ലീഷിൽ എമറാൾഡ് എന്നാണ് പറയുന്നത്. ജ്യോതിഷപ്രകാരം ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ദുർബലനായിരിക്കുന്ന ബുധനെ അനുകൂലനാക്കുവാനും അതുവഴി നല്ല ഫലങ്ങൾ അനുഭവിക്കാനുമാണ് മരതക രത്നം ധരിക്കുന്നത്. ബുധൻ ജാതകത്തിൽ പ്രധാനമായും സ്വാധീനിക്കുന്നത് വാക്ചാതുര്യം, കലാവിദ്യ, ഉന്നത വിദ്യാഭ്യാസം, അമ്മാവൻ, ബന്ധുക്കൾ, അനന്തരവൻ, സുഹൃത്തുക്കൾ, ജ്യോതിശാസ്ത്രം, ത്വക്ക്, ജയം, യുക്തി, സത്യം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അന്യദേശവാസം, ഗുരു ശിഷ്യന്മാർ, ദാനം, സംഗീതം, നൃത്തം, ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എല്ലാ കുറവുകൾക്കും പരാജയങ്ങൾക്കും ഇവയുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കാരണം ജാതകത്തിൽ ബുധൻ ആ വ്യക്തിക്ക് അനുകൂലനല്ല എന്നുള്ളതാണ്. ബുധന്റെ രത്നമായ മരതകം ധരിച്ചാൽ ഈ പ്രശ്നങ്ങളെ നല്ലൊരു ശതമാനം വരെ നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കും. ബുധശക്തി കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ബുദ്ധിഭ്രമം, പരുഷവാക്ക്, നേത്രരോഗം, തൊണ്ടരോഗം, നാസികാരോഗം, ത്രിദോഷ കോപജ്വരം, ത്രിദോഷം എന്ന് പറഞ്ഞാൽ വാദം, പിത്തം, കഫം, ഇതുകൊണ്ടുണ്ടാകുന്ന ജ്വരങ്ങൾ, വിഷബാധ, ത്വക്കുരോഗം, പാണ്ഡുരോഗം, വീഴ്ച, ബന്ധനം, ഗന്ധർവബാധ, ഉദരരോഗം, അദൃശ്യ രോഗങ്ങൾ എന്ന് വെച്ചാൽ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, രോഗമുള്ളതായിട്ട് തോന്നും, പോകുമ്പോൾ രോഗമൊന്നുമില്ല. അതൊക്കെ ബുധൻ നമുക്ക് ജാതകത്തിൽ മോശമായിട്ട് വരുമ്പോൾ തോന്നുന്ന പ്രശ്നങ്ങളാണ്. മന്ദാഗ്നി രോഗം, വിശപ്പില്ലായ്മ, വിശപ്പേ ഉണ്ടാവില്ല, എന്ത് കഴിക്കുക, ഒരിക്കലും വിശപ്പുണ്ടാകും, നിർബന്ധിച്ച് ആഹാരം കഴിക്കേണ്ടി വരും. ശൂലരോഗം, ഗ്രഹണി രോഗം, ഈ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഈ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും മരതകം എന്ന രത്നം ശരീരത്തിൽ ധരിക്കുന്നത് ഉത്തമമായിരിക്കും. ബുധന്റെ ദോഷഫലങ്ങളെ അകറ്റി നിർത്തുകയും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയുമാണ് മരതകരത്നം ചെയ്യുന്നത്. യഥാർത്ഥ മരതകരത്നം ധരിച്ചാൽ അത് ധരിക്കുന്ന ആൾക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുകയും ബുദ്ധി, ചിന്താശക്തി ഇവ കൂടുകയും ചെയ്യും. ഗർഭിണിയായ സ്ത്രീകൾ ഈ രത്നം ധരിച്ചാൽ സുഖപ്രസവം നടക്കും. തലവേദന, അർശസ് എന്നീ രോഗങ്ങൾ ഇല്ലാതാകും. എന്നാൽ ഒറിജിനൽ മരതകമല്ല അണിയുന്നതെങ്കിൽ നിരാശ, ധനനഷ്ടം, അപകടങ്ങൾ തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായും വരും. രത്നധാരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ഉപദേശങ്ങൾക്കും സംശയങ്ങൾക്കും പ്രതിവിധികൾക്കും ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.